ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ഡിസൂസ. മുട്ട ഡിസൂസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഉള്ളി അരിഞ്ഞ് വെക്കുക, കുറച്ച് തക്കാളി അരിഞ്ഞ് വെക്കുക, പിന്നെ കുറച്ച് തക്കാളി പേസ്റ്റും ഉള്ളി പേസ്റ്റും ഉണ്ടാക്കുക, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സിയിലിട്ടടിച്ചത്. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചട്ടി ചൂടാക്കുക. നമുക്ക് ആദ്യം ഉള്ളി വാട്ടണം. നമ്മൾ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, ചോറ് അപ്പുറത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോസ്റ്റൽ സ്റ്റുഡൻസിനൊക്കെ രാത്രി ടൈം ഉണ്ടാവില്ല ഫുഡ് വെക്കാൻ. അതേപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചിലപ്പോൾ ലേറ്റായി എണീറ്റാൽ ഇത് എളുപ്പം ചെയ്യാവുന്ന ഒരു ഡിഷാണ് എഗ് ഡിസൂസ. മുട്ട ഡിസൂസ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമ്മളിനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. ഉള്ളി വാട്ടാനുള്ള കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഈ എണ്ണ ഒന്ന് തിളക്കണ വരെ ഒരു മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഉള്ളി ഒന്ന് ഇട്ട് നോക്കുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഉള്ളി ഇടാൻ ടൈമായി. നമ്മളിതൊന്ന് ഉള്ളി കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉള്ളി ഇടുക. ഉള്ളി ചിലപ്പോൾ അരിയുമ്പോൾ ചില ഉള്ളി വേർതിരിഞ്ഞുണ്ടാവില്ല. അപ്പോൾ നമ്മളൊന്ന് കൈ കൊണ്ട് എല്ലാ ഉള്ളിയും ഇടുക. ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായി ഒന്ന് വഴറ്റുക. ശേഷം നമ്മൾ കുറച്ച് തക്കാളി ഇടുക. ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇടുക. നല്ല അരച്ചതാവണം. നല്ല അരച്ച വെളുത്തുള്ളി പേസ്റ്റ് എല്ലാ ഫുഡിനും നല്ലതാവണം. എല്ലാ ഹോസ്റ്റലേഴ്സിനും സ്റ്റുഡൻസിനും ഉണ്ടാക്കാൻ പറ്റിയ വളരെ എളുപ്പമായൊരു ഡിഷാണ് മുട്ട ഡിസൂസ. ഇത് നമ്മൾ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാൽ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. നല്ല സ്മെല്ലാണ്. നമ്മൾ കുറച്ച് ഉപ്പിടാൻ മറന്നു. നമ്മൾ കുറച്ച് ഉപ്പിടണം. ഉപ്പ് അധികമാകരുത്. ആവശ്യത്തിന് ഉപ്പിടാൻ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. കാരണം ഉപ്പ് കൂടിയാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം നമ്മൾ കുറച്ച് തക്കാളി ഉള്ളി പേസ്റ്റ് ഇടുക. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ മസാല ഇടുന്ന ടൈമാണ്. ആദ്യം നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതിയാവും. എരിവിനനുസരിച്ച് ഇടുക. ശേഷം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. കാരണം പൊടികൾ കൂടിയാൽ കറിയിലൊരു കുത്തൽ വരും. ശേഷം കുറച്ച് ചിക്കൻ മസാല. കാരണം ഇത് മുട്ടക്കറി ആണെങ്കിലും ചിക്കൻ മസാലയുടെ ആവശ്യമുണ്ട്. അതാണ് ഇതിന് മുട്ട ഡിസൂസ എന്ന് പേര് വന്നത്.
നമ്മളിതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ബിരിയാണി മസാല ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി അരക്കുക. കുറച്ച് വഴറ്റി കൊടുക്കുക. ഉള്ളിയിലെല്ലാം മസാല പിടിക്കും. നന്നായി മസാല പിടിച്ചതിന് നമ്മൾ ഉപ്പ് നോക്കുക. നമ്മൾ അല്പം വെള്ളം ചേർക്കുക. 1 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് വെള്ളം ചേർക്കുക. നന്നായി ഒന്ന് വഴറ്റുക. നമ്മൾ 9 ആൾക്കുള്ള ഫുഡാണ് വെക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 3ാമത്തെ ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നന്നായി ഒന്ന് കലക്കിയെടുക്കുക. ഇനി നമ്മൾ കോഴിമുട്ട പൊട്ടിച്ച് അതിലേക്ക് ഇടണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 6 മുട്ടയാണുള്ളത്. 6 മുട്ട ഇടുക, പൊട്ടിച്ചിടുക. നമ്മൾ ഈ മുട്ട അതിലേക്ക് പൊട്ടിച്ചിടണം. നമ്മൾ 6 മുട്ട പൊടിച്ചിടുക. നമ്മൾ 6 മുട്ടയാണ് എടുക്കുന്നത്. 6 മുട്ട പൊടിച്ചിടുക. ശേഷം നമ്മൾ 6 മുട്ട ഇട്ടു. 6 മുട്ട ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഉഷാറിൽ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മളെ മുട്ട ഡിസൂസ റെഡി ആയിരിക്കുന്നു. ഇതാണ് നമ്മുടെ മുട്ട ഡിസൂസ. നല്ല കിണ്ണം കാച്ചി മുട്ട ഡിസൂസ. എൻ്റെ മുറി